ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചോളം പുട്ടും കടലയായിരുന്നു. കടല വേവിക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടാതെ ഒരു പകുതി സബോള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാറുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാനത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 വിസിലടിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായി കടല വെന്ത് കിട്ടും. കടല വേവുന്ന സമയം കൊണ്ട് ഞാൻ പെരുംജീരകം വറുത്ത് പൊടിച്ച് വെച്ചു കേട്ടോ. ചോളം പുട്ടിന് ഞാൻ 1 കപ്പ് പുട്ടിലേക്ക് ഏകദേശം 3/4 ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്തിരുന്നത്. 3/4 ഗ്ലാസ് മുഴുവനായിട്ട് വേണ്ടി വരില്ല, 3/4-ന് താഴെ വേണ്ടി വരുള്ളൂ കേട്ടോ. കുറച്ച് ബാക്കി വന്നു. ഒരു 10-15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്തോളൂ. പിന്നീട് ഞാൻ കടല കാച്ചുമായിരുന്നു. അപ്പോൾ കടല കാച്ചുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചോളം പുട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചോളം പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ സാധാരണ അരിപ്പുട്ടൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ ചോളം പുട്ട്, അതുപോലെ റാഗിപ്പുട്ട്, ഇതൊക്കെയാണ് കേട്ടോ. ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പുട്ട് പോലെ സോഫ്റ്റായിട്ട് ഇരിക്കില്ല എപ്പോഴും. ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. പക്ഷേ ചൂടൊക്കെ ആറിയിട്ട് കഴിക്കണമെന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ട് തോന്നും കേട്ടോ. ഞാൻ പിന്നെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പെരുംജീരകത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ചിടും. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ.